നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുന്ന വിദ്യാർത്ഥികൾ പരമാവധി അങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുകയായിരിക്കും നന്നാവുക. ഒരുപക്ഷെ 2 വർഷം ജോലിക്ക് അതിൽ പരിശ്രമിച്ചാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകുമെങ്കിലും സംതൃപ്തിയുള്ളതും സ്ഥാനമാനങ്ങളോടുകൂടിയ ഉദ്യോഗം ലഭിക്കുവാനുള്ള സാധ്യതകൾ ഒരുപക്ഷെ ഈ മെയ് മാസം മുതൽ 1 വർഷത്തേക്ക് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് പഠിക്കാനുള്ള അവസരത്തെ പരമാവധി വിനിയോഗിക്കുന്നത് ഒരുപക്ഷെ നന്നായിരിക്കും. അതിനേക്കാളുപരി വികസിത രാഷ്ട്രത്തിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിലും അതല്ല എന്നുള്ള നിലയിൽ ഭാവിയിലേക്ക് ഇനിയും ജോലി സാധ്യതകളുള്ള തൊഴിൽ സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് പോയി ചേരുന്നത് വളരെ ഗുണകരമായി തീരും എന്നുകൂടി സൂചിപ്പിക്കുന്നു. ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിന്നും ആവുന്നതും പിന്മാറുന്നത് നന്നായിരിക്കും. വിദേശത്ത് താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി നിലവിലുള്ള രാജ്യത്തു നിന്നും ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക്, വികസിച്ചു വരുന്ന രാജ്യങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരമുണ്ടാകും. ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ കൊണ്ടുപോവുക എന്ന ആശയം പ്രാവർത്തികമാക്കുവാനായിട്ട് നവംബർ മാസം വരെ കാത്തിരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധി എന്നിവ വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുവാനും ഭക്ഷണ ക്രമീകരണങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഇനി മുതൽ സ്ഥിരമായിട്ട് ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള വ്യായാമ മുറകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. പൂർവാർജിത സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനെ പറ്റി പുനരാലോചിക്കുമെങ്കിലും അതുകൊണ്ടൊരു നേട്ടം ഇല്ലാതെ മനസ്സിലാക്കിക്കൊണ്ട് പട്ടണത്തിൽ പണി ചെയ്തു വരുന്ന ഗൃഹം വാങ്ങിക്കുവാനായിട്ട് 2 വർഷം കാലദൈർഘ്യം ഉണ്ടാവും. പണി ചെയ്തു വരുന്നതേ ഉണ്ടാവുള്ളൂ. ഗൃഹസമുച്ചയം, അതായത് ഫ്ലാറ്റ് സമുച്ചയത്തിലെ ഗൃഹമായിരിക്കാം. അത് തന്നെ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ഗൃഹം വാങ്ങുവാനായിട്ട് പ്രാഥമിക സംഖ്യ കൊടുത്ത കരാർ എഴുതുവാൻ ഇടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താലും കീഴ് ജീവനക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന്റെ വെളിച്ചത്തിലും 2026-2027 കാലങ്ങളിൽ പൂർത്തീകരിക്കുന്ന ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കുവാൻ അവസരമുണ്ടാകും. ഒരുപക്ഷെ ഇനി 1 വർഷത്തേക്ക് ഈ ജോലി സ്ഥലത്തേക്ക് മാസത്തിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്നു പോകാൻ തക്കവണ്ണം ദൂരദേശവാസം വേണ്ടിവരും. എന്നിരുന്നാലും ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ജീവിതത്തിന് തന്നെ വഴിത്തിരിവുണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. ആധുനിക കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സമൂഹത്തിൽ ആദരണീയ സ്ഥാനം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലും അബദ്ധങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതാണ്. ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വേണ്ടപ്പെട്ടവർ പറയുന്ന കാര്യങ്ങൾ അതിന്റെ അർത്ഥമൂല്യത്തോടുകൂടി സ്വീകരിക്കുകയും അതിന്റെ സാരാംശം മനസ്സിലാക്കിക്കൊണ്ട് വളരെ ക്ഷമയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം ഗ്രഹിക്കാനും മറ്റുള്ളവർക്ക് ആശയവിനിമയങ്ങൾ നടത്തുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുമുള്ള അവസരം വന്നു ചേരും. ഇത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ലളിതമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ കീഴ് ജീവനക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന്റെ വെളിച്ചത്തിൽ പലപ്പോഴും അവരുടെ മിഥ്യാധാരണകൾ ഒഴിവാക്കുക മാത്രമല്ല അവർക്ക് ഉദ്ധരിക്കാൻ തക്കവണ്ണം ചില പരിശീലനത്തിന് കൊടുക്കുവാൻ അവസരം വന്നു ചേരുവാനും അതിന് തക്കവണ്ണമുള്ളവരെ നിയമിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുന്നത് വഴി മിഥ്യാപരിഭ്രമങ്ങളൊന്നുമില്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഏറ്റെടുത്ത്
വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും വിശ്വാസയോഗ്യമല്ലാത്ത സംവിധാനമായതുകൊണ്ട് തൽക്കാലം പിന്മാറുവാൻ തീരുമാനിക്കും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിശേഷാവസരങ്ങൾ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരമുണ്ടാകുന്നത് സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് വളരെ കൃത്യമായുള്ള ദിശാബോധത്തോടു കൂടിയതായിട്ടുള്ള ചില സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും അവസരം വന്നു ചേരും. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങളും മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും മെയ് മാസത്തിൽ മാത്രമല്ല ഇനി ഒരു വർഷത്തേക്ക് വളരെയധികം ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശം വേണ്ടപ്പെട്ടവരിൽ നിന്നും സ്വീകരിക്കുക തന്നെയായിരിക്കും ഏതു പ്രകാരത്തിലും നന്നാവുക. ഇതാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മെയ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും വളരെ അനുകൂലമായുള്ള അവസരങ്ങൾ വന്നു ചേരുക മാത്രമല്ല, മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിഷ്പ്രയാസം സാധിക്കുവാനിടയുണ്ട്. എന്നാൽ ചുമതലകൾ വർദ്ധിക്കുന്ന പല കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അർദ്ധമനസ്സോടുകൂടിയാണ് എങ്കിൽ പോലും ചിലർക്ക് ഒരു വർഷത്തെ ചുമതലകളായിരിക്കാം, മറ്റു ചിലർക്ക് 2 വർഷത്തെ ചുമതലകളായിരിക്കാം. ഇതെല്ലാം ഏറ്റെടുക്കുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ 2 വർഷമായിട്ട് ഉദ്യോഗത്തിലിരിക്കുന്ന പലർക്കും ഇനി ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേർന്നാലോ എന്ന തോന്നലുകൾ പലതും ഉണ്ടാകും. അത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ വികസിത രാഷ്ട്രത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷകൾ നൽകുവാനും അവസരം ഉണ്ടാകുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ പ്രാഥമികമായിട്ടുള്ള ഫീസ് അടയ്ക്കുവാനുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും ഇടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. പലപ്പോഴും പലവിധത്തിലുള്ള മിഥ്യാധാരണകൾ വന്നു ചേരുമെങ്കിലും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും ആശയങ്ങളും ഫലപ്രദമായ രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനും വിനിയോഗിക്കുവാനും അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്തിരുന്നു. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു നേട്ടമോ വിറ്റുവരവോ ഇല്ലാത്തതുകൊണ്ട് ഈ വ്യാവസായികമായിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം വാടകയ്ക്ക് കൊടുക്കുവാനോ അല്ലെങ്കിൽ വിൽപ്പന ചെയ്യുവാനോ തീരുമാനിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ ഉദ്ദേശിച്ച പോലെ വില ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ള സാഹചര്യങ്ങളായിരിക്കും ഏറ്റവും നന്നാകുവാൻ ഇടയുള്ളത്. സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന വിദേശയാത്ര വളരെ അവിചാരിതമായിട്ടുള്ളതാണ് എങ്കിൽ പോലും അതിന് സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് വിദേശത്തു നിന്ന് തിരിച്ചു വന്നവർക്ക് പലർക്കും തിരികെ പോകുവാനുള്ള അവസരം, സ്ഥാപനത്തിന് ഉയർച്ചയും അവർക്ക് ഈ ജോലിക്കാരെ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവരെ ലഭിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന് ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്നത് വഴി കുറ്റവിമുക്തനാകുവാനും ഉദ്യോഗത്തിൽ തിരികെ പ്രവേശനം ലഭിക്കുവാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പളത്തോടുകൂടി അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജീവിതചര്യയിൽ പലപ്പോഴും കുറച്ചു കാലമായിട്ട് ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുന്ന പലർക്കും ഇനി മുതൽ ചിട്ടയോടുകൂടിയതായുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ അനുവർത്തിക്കുക എന്ന ധാരണയോടുകൂടി തന്നെ അതിന് തക്കവണ്ണം ഒരു ക്രമീകരണത്തിന് സാധ്യതയുണ്ട്. ഒരുപക്ഷെ പ്രകൃതി ജീവന ഔഷധ രീതി, പ്രാണായാമം, യോഗ എന്നിവയൊക്കെ ശീലിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന് തക്കവണ്ണമുള്ളവരിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും സാധ്യതയുണ്ട്. ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിന്റെ വെളിച്ചത്തിൽ നിലവിലുള്ള ഗ്രഹത്തിന് പുറമെ മറ്റൊരു ഗ്രഹം വാങ്ങിയാലോ എന്ന തോന്നലുണ്ടാവുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. ഏറെക്കുറെ തൃപ്തിയായത് കണ്ടെത്തുമെങ്കിൽ പോലും
വാസ്തുശാസ്ത്രപ്രകാരം ഉള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഒഴിവാക്കുവാനും ആദ്യ അന്വേഷണം തുടരുവാനും സാധ്യതയുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. പലപ്പോഴും നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾക്ക് ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളും അവരുടെ വാക്കുകളും വളരെ വഴിയൊരുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രായോഗിക വിജ്ഞാനവും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. മക്കൾക്ക് ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ പല കാര്യങ്ങളിൽ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. ഇതിനു പുറമെ സ്ഥാപനത്തിൽ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അതിന് തക്കവണ്ണമുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുവാനും ഇടയുണ്ട്. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിദേശത്തുള്ളവർക്ക് ഒരു പക്ഷേ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ജന്മനാട്ടിൽ വന്നു പോകാൻ സാധിക്കാത്ത പലർക്കും ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വന്നു പോകുവാനായിട്ട് അവധിക്ക് അപേക്ഷകൾ നൽകുവാനും അവധി ലഭിക്കുവാനും അതിന് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട്. അമ്മയുടെ അസുഖം കണക്കിലെടുത്തുകൊണ്ട് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിരവധി ചുമതലകൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം തന്നെ രേഖാപരമായിട്ട് തന്നെ കീഴ് ജീവനക്കാരെ ഏൽപ്പിക്കുവാനും മറ്റു ചിലതെല്ലാം തന്നെ അസാധിക്കാത്ത കാര്യങ്ങളെല്ലാം മേലധികാരികളെ ധരിപ്പിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ രേഖാപരമായിട്ട് ഉടമസ്ഥരെ ധരിപ്പിക്കുന്നതും കൂടി നന്നായിരിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. മനസ്സംതൃപ്തിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വിദേശത്ത് താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ഇനി മുതൽ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും മാസങ്ങളോളം താമസിക്കാൻ തക്കവണ്ണം വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട്. എന്നാൽ വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലകളിൽ കരാറ് ജോലികൾ ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് അതിന്റെ ചുമതലകളെല്ലാം ഏറ്റെടുക്കാം. എന്നാൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും അതിനനുസരിച്ചുള്ള ഒരു നേട്ടം ഉണ്ടാകുമോ എന്ന ധാരണ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു വർഷത്തേക്ക് പിന്മാറുക തന്നെയായിരിക്കും. ഈ വക വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അനുഭവജ്ഞാനമുള്ളവരിൽ നിന്നും സാമ്പത്തികമായുള്ള വിദഗ്ധരിൽ നിന്നും നിർദ്ദേശം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും എന്നുകൂടിയാണ് ഈ ഒരു ഭരണി നക്ഷത്രക്കാരുടെ ഈ ഒരു മെയ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളായിട്ട് പറയുന്നത്. നമസ്കാരം.